ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, എന്തൊക്കെയാണ്, എല്ലാവർക്കും സുഖനല്ലേ? അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ സ്കൂൾക്ക് പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയോ? പുസ്തകം പൊതിയലും ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടോ ഗൈസ്? ഇപ്പം നമ്മൾ വാങ്ങിയിട്ടുള്ള നോട്ട് ബുക്കൊക്കെ പൊതിയാന്ന് വിചാരിച്ചിട്ടോ. കാരണം ടെക്സ്റ്റൊക്കെ കിട്ടി തുടങ്ങിയാൽ ഇനി മദ്രസത്തും സ്കൂളത്തും ഒക്കെ പാടെ ഒരുമിച്ചായിരിക്കും. അപ്പോൾ ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കിട്ടിയ പുസ്തകങ്ങളൊക്കെ പൊതിഞ്ഞ് സൂക്ഷിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ നോട്ടൊക്കെ പൊതിയാണ് കേട്ടോ. പിന്നെ ഈ ബുക്കൊക്കെ പൊതിയാനിരുന്നാൽ എനിക്കെപ്പോഴും ഓർമ്മ വരികയെന്ന് വെച്ചാൽ ഞാൻ ചെറുതായിരുന്ന സ്കൂളിൽ പോയിരുന്ന ആ ഒരു സമയത്തെ ഓരോ ഓർമ്മകളാണ് കേട്ടോ മനസ്സിലേക്ക് വരിക. നിങ്ങൾക്ക് അങ്ങനെ വരാറുണ്ടോ ഗൈസ്? നമ്മൾ എന്താ പറയുക, ഫസ്റ്റായിട്ട് സ്കൂളിൽ പോയതും നമ്മളെ പേരൻസ് നമ്മളെ എന്താ പറയുക ഒരുക്കി വിടുന്നതും ഓരോ സംഭവങ്ങളും മനസ്സിലേക്ക് ഇങ്ങനെ ഓടി വരും കേട്ടോ. അപ്പോൾ ഞാനിത് ഓരോ നോട്ട് ബുക്കിൻ്റെ അളവിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ചെറിയ നോട്ട് ബുക്ക് 10 വലുത് 13 കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. രണ്ടാക്കുംപാടെയാണ്, മദ്രസക്കും സ്കൂൾക്കും ഒക്കെപ്പാടെ ടോട്ടലാണ് കേട്ടോ പറഞ്ഞത്. ഇനിയിപ്പോൾ എക്സ്ട്രാ വേണമെന്ന് വെച്ചാൽ സ്കൂൾ തുറന്നതിൻ്റെ ശേഷമായിരിക്കുമല്ലോ ടീച്ചേഴ്സ് പറയുക, അപ്പോൾ വാങ്ങാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ തൽക്കാലം നമ്മളൊരു 20-25 നോട്ട് ബുക്കൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പൊതിഞ്ഞ് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ സോനമോൾക്ക് സ്കൂൾക്ക് കൊണ്ടുപോകുന്ന, അതായത് ബോക്സ്, സ്കെയില്, ഇറേസർ, പെൻസിൽ, അങ്ങനെ എല്ലാത്തുമ്മലും അവളെ പേരൊക്കെ എഴുതി നെയിം സ്ലിപ്പിന്മേൽ പേരെഴുതിയിട്ട് ഒട്ടിക്കണം എന്നൊക്കെ പറഞ്ഞ് വാശിയായിരുന്നു കേട്ടോ അവൾക്ക്. കാരണം കഴിഞ്ഞ വർഷം അവർക്ക് അങ്ങനെ എഴുതി കൊടുക്കണമെന്ന് സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് അവർ ചെറിയ കുട്ടിയല്ലേ, KG ക്ലാസ്സിലല്ലേ. അപ്പോൾ അത് മാറിപ്പോകുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സോനൻ്റെ വിചാരം ഇപ്രാവശ്യവും അത് വേണമെന്ന്. ഇപ്രാവശ്യം അവൾ 1-ാം ക്ലാസ്സിലേക്കാണ്. അപ്പോൾ അത് വേണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശി പിടിക്കലായിരുന്നു. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ അവളെ ആഗ്രഹമല്ല എന്ന് വിചാരിച്ചിട്ട് എല്ലാത്തുമ്മലും നെയിം സ്ലിപ്പ് ഒട്ടിച്ചു പേരൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ കവർ ചെയ്തെടുത്തതൊക്കെ ഷാനിമോൾതാണ് കേട്ടോ. അവളുടെ എന്താ പറയുക, ഈ പരസ്യമുള്ള ഭാഗം വെച്ചിട്ടാണ് അവളുടെ മൊത്തമായിട്ട് കവർ ചെയ്തത്. അപ്പോൾ അവൾക്ക് തന്നെ നെയിം സ്ലിപ്പ് ഒട്ടിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പം മൊത്തം പൊതിയൽ കഴിഞ്ഞ് ഞാൻ അവളെ ഏൽപ്പിച്ചു കേട്ടോ. ബാക്കിയൊക്കെ ഞാൻ അവൾ ചെയ്തോളും. നെയിം സ്ലിപ്പുമ്മേ പേരെഴുതലും ഒട്ടിക്കലൊക്കെ അവളെ ഏറ്റെടുക്കും. ഇനിയിപ്പോൾ സോനൻ്റെ ആണ് ചെയ്യാൻ പോണത്. അപ്പോൾ സോനൻ്റെ നമ്മൾ എന്താ പറയുക ഡിസൈൻ മാറ്റാമെന്ന് വിചാരിച്ചു. അതായത് ഈ ഷീറ്റിൻ്റെ ഉൾഭാഗം വെച്ചിട്ട് പൊതിയാന്ന് വിചാരിച്ചു. അപ്പോൾ രണ്ടാമതും ഒരു കളറാവില്ലല്ലോ. ഉൾഭാഗം വെച്ചിട്ടാകുമ്പോൾ സിൽവർ കളറല്ലേ പുറത്തേക്ക് വരിക. അപ്പോൾ സോനൻ്റെ സിൽവർ കളറാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഇത് കവർ ചെയ്യണേ. ഇത് കവർ ചെയ്യണതിൻ്റെ ഇടയിലാണ് കേട്ടോ സോനമോള് ഇങ്ങനെ ചാടി കളിക്കുന്നുണ്ട് സന്തോഷം കൊണ്ട്. അപ്പോൾ എന്താ വെച്ചപ്പോൾ എൻ്റെ ബുക്കുമ്മൽ റെയിൻബോ ഉണ്ട് എന്ന് പറഞ്ഞ് ചാടുകയാണ് കേട്ടോ. അതായത് ഞാൻ ഇതിങ്ങനെ കവർ ചെയ്യുമ്പോൾ ലൈറ്റിൻ്റെ എഫക്റ്റ് കൊണ്ടാണോ അറിയില്ല, അതിന്മേൽ റെയിൻബോ ഇങ്ങനെ മിന്നണ മാതിരി തോന്നുന്നുണ്ട് കേട്ടോ ഈ സിൽവർ കളറിൻ്റെ പുറം ഭാഗത്ത്. അപ്പോൾ അത് കണ്ടപ്പോൾ സോനയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. ചെറിയ കുട്ടികളല്ലേ, അവർക്ക് ഈ പ്രായത്തിലൊക്കെ കളറ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇതായിരിക്കുമല്ലോ. കണ്ടോ ഇപ്പം നല്ലോണം കാണുന്നുണ്ട് ഈ റെയിൻബോ. അപ്പോൾ അവൾ തൊട്ട് നോക്കുകയൊക്കെ ചെയ്താണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമായിട്ടോ അവൾക്ക് ഈ ഭാഗം വെച്ച് പൊതിഞ്ഞപ്പോൾ. ഞാൻ വിചാരിച്ചിരുന്നു അവൾ കരയുമെന്ന്, പക്ഷേ കരഞ്ഞൊന്നുമില്ല, നല്ല ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ അവളുടെ നെയിം സ്ലിപ്പ് മൊത്തം ബാർബിയാണ്. ഇത് അവളെ തന്നെ ഒട്ടിച്ചുണ്ട്, വിലങ്ങനെ കൊട്ടിച്ച് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് പറിച്ചാൽ ആകെ എന്താ പറയുക നാശമാവും. അതുകൊണ്ട് നമ്മളത് പറിച്ചില്ല. അതിൻ്റെ മുകളിൽ വേറെ ഒട്ടിക്കാന്ന് പറഞ്ഞപ്പോൾ അവളത്തെ അയച്ചതുമില്ല. അപ്പം ഞാൻ അതങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ അവളുടെ സ്കെയില്, പെൻസില്, സ്ലൈറ്റ് അങ്ങനത്തെ സംഭവത്തിന്മേലൊക്കെ നെയിം സ്ലിപ്പ് കാര്യങ്ങൾ ഒട്ടിക്കല് പരിപാടിയിലാണ് കേട്ടോ. പിന്നെ ഇങ്ങനെയൊക്കെ കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരില്ല, ഞാൻ 1-ാം ക്ലാസ്സിലേക്ക് പോയ ആ ഒരു സിറ്റുവേഷനൊക്കെ ആണ് കേട്ടോ. എപ്പോഴും എനിക്ക് ഇതേപോലെ ഒരു മെയ് ജൂൺ മാസമൊക്കെ ആണ്, ആ സമയത്തൊക്കെ എനിക്ക് എപ്പോഴും ഇങ്ങനെ ഓർമ്മ വരും നമ്മുടെ കുട്ടിക്കാലൊക്കെ കേട്ടോ. കാരണം ഇപ്പം ഞാൻ ഷാനിമോളായാലും സോനമോളായാലൊക്കെ LKG UKG 1-ാം ക്ലാസ് ഈ 3 ക്ലാസ്സിലേക്കും ഓപ്പണിംഗ് ഡേൻ്റെ അന്ന് നമ്മൾ പേരൻസ് കൂടെ പോകണം. അങ്ങനെ പോകുന്ന സമയത്തൊക്കെ എനിക്ക് എന്താ പറയുക, ഞാൻ എൻ്റെ ഉമ്മാൻ്റെ കൈ പിടിച്ച് പോയ ആ ഒരു രംഗം, ആ ഒരു കാലൊക്കെ ഉണ്ട് ഓർമ്മ വരിക. എന്താ പറയുക വെച്ചാൽ ഭയങ്കര സന്തോഷമുള്ളൊരു, ഇപ്പം സന്തോഷമാണ്. അന്നൊക്കെ പോകുമ്പോൾ നല്ല ഹാപ്പി ആയിരുന്നു. പക്ഷേ സ്കൂളിലെത്തി ഉമ്മയൊക്കെ ഞങ്ങളെ അവിടെ ആക്കിയിട്ട് ഉമ്മാരൊക്കെ തിരിച്ചു പോരും. ആ പോരുന്ന സമയത്ത് കരയും. ഞാൻ നല്ല ഓർമ്മയുണ്ട്, ഞാൻ നന്നായിട്ട് കരഞ്ഞിരുന്നു കേട്ടോ. ഇപ്പം അതൊക്കെ ആലോചിക്കുമ്പോൾ എന്താ പറയുക, വല്ലാത്തൊരു സന്തോഷവും സങ്കടവും ഒക്കെ തോന്നും. ആ ഒരു സമയത്ത് ഞാൻ എന്തിനായിരുന്നു കരഞ്ഞിരുന്നത് അതൊക്കെ തോന്നിപ്പോട്ടോ ചില സമയത്ത്. അന്ന് സ്കൂളിലേക്ക് പോണ സമയത്ത് സ്കൂൾ വാനോ സ്കൂൾ ബസ്സോ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. ഞങ്ങൾ 4-ാം ക്ലാസ് കഴിയണ സമയത്താണ് സ്കൂളിലേക്ക് വാനും ബസ്സൊക്കെ എന്താ പറയുക സ്കൂള് മാനേജ്മെൻറ്റ് അതൊക്കെ എന്താ പറയുക ഉണ്ടാക്കിയത് കേട്ടോ. പക്ഷെ ഞങ്ങൾ പോയ സമയത്ത് വാനും ബസ്സൊന്നും ഇല്ലായിരുന്നു, നടന്നിട്ടായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ വെച്ചാൽ വീടിൻ്റെ അടുത്തുള്ള എല്ലാ കുട്ടികളെയും കൂട്ടിയിട്ട് എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് എല്ലാവരും ഒപ്പമായ ശേഷം മാത്രമേ ഞങ്ങൾ പോവുള്ളൂ കേട്ടോ. ഒരുമിച്ച് കഥകളൊക്കെ പറഞ്ഞ് പോകുന്ന വഴിക്കെല്ലാം മാങ്ങയും എന്താ പറയുക നെല്ലിക്ക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പെറുക്കിയിട്ടൊക്കെ ആയിരിക്കും കേട്ടോ സ്കൂളിലേക്ക് പോവുക.
അതൊക്കെ ഒരു വല്ലാത്ത എന്താ പറയുക, ആലോചിക്കുമ്പോൾ നല്ല സന്തോഷമല്ല ഓരോ കാര്യങ്ങൾ. അങ്ങനെ ഇതിൻ്റെ ഇടയിൽ ഇത് സോനമോളെ സ്ലൈറ്റിൽ സ്ലിപ്പ് ഒട്ടിക്കാണ്. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ചെയ്യണേ. ഇത് മദ്രസിലേക്കുള്ള സ്ലേറ്റ് ആണ് കേട്ടോ. സ്കൂളിൽ അവൾ 1ാം ക്ലാസ്സിലായതുകൊണ്ട് തന്നെ എനിക്ക് സ്ലേറ്റ് വേണ്ടി വരില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം കഴിഞ്ഞ വർഷമൊക്കെ അവർ നോട്ട്ബുക്കിലായിരുന്നു കേട്ടോ, ഏകദേശം ഒരു 3/4 ഭാഗത്തോളം ചെയ്തിരുന്ന വർക്കൊക്കെ ചെയ്ത നോട്ട്ബുക്കിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് നോട്ട്ബുക്കിൽ എഴുതിയ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ മിക്കവാറും സ്ലേറ്റിൻ്റെ ആവശ്യം വരില്ല എന്നാണ് വിചാരിക്കുന്നത്. അപ്പം നമ്മളൊരു സ്ലേറ്റ് വാങ്ങിയിട്ടുള്ളൂ, അത് മദ്രസിലേക്കുള്ള സ്ലേറ്റാണ്. അപ്പോൾ അതിന്മേൽ ഒട്ടിക്കലും സംഭവമൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് ആ കവറിൽ തന്നെ ഇട്ട് വെക്കുകയാണ് കേട്ടോ. കാരണം സ്കൂൾ തുറക്കണതിൻ്റെ തലേന്നൊക്കെ എടുത്ത് എന്താ പറയുക ബാഗിലിട്ട് വെച്ചാൽ മതിയല്ലോ. നമ്മൾ ബുക്ക് പൊതിയലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്താ പറയുക അല്ലറ ചില്ലറ പരിപാടികളാണ്. അതായത് സ്കെയില്, പെൻസില്, ഇറേസർ, ഷാർപ്പർ അതിന്മേലൊക്കെ ഒട്ടിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. സോനക്കുട്ടിക്ക് അതൊക്കെ ഒട്ടിച്ചേ പറ്റുള്ളൂ എന്ന് ഒരു നിർബന്ധം. എന്നാൽ പിന്നെ ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നോട്ട് ബുക്കിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ സ്കെയിലിൽ ഒട്ടിക്കാനുള്ള പുറപ്പാടാണ്. കഴിഞ്ഞ വർഷം അവൾക്ക് ഇതേ സ്കെയിലായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വർഷം ഇതന്നെ വേണമെന്ന് പറഞ്ഞു. നമ്മൾ ഷോപ്പിൽ പോയപ്പോൾ അവൾ തന്നെ സെലക്ട് ചെയ്തതാണ് ആംഗ്രി ബേർഡിൻ്റെ ഒരു സ്കെയിൽ കേട്ടോ. ഇതിലൊരു മുത്തുണ്ട്, അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് കളിക്കാനൊക്കെ നല്ല രസമാണ്. വെറുതെ ഇരിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് അതൊക്കെ ഒരു എൻ്റർടൈൻമെൻ്റ് അല്ലേ. അപ്പോൾ അത് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങി. ഇനിയിപ്പോൾ നമ്മൾ അതിന്മേൽ നെയിം സ്ലിപ്പ് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ ഇതേ അടുത്തത് ഇറേസർ. പിന്നെ നമ്മൾ അധികം സാധനങ്ങളൊന്നും ഈ വർഷം വാങ്ങിയിട്ടില്ല. അതായത് കുറേ സാധനങ്ങൾ കഴിഞ്ഞ വർഷത്തിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അവർക്ക്. അപ്പോൾ നമ്മൾ ഇല്ലാത്ത സാധനങ്ങൾ മാത്രമാണ് നമ്മൾ ഈ വർഷം വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ബാഗ്, രണ്ടാൾക്കും ബാഗൊക്കെ കഴിഞ്ഞ വർഷത്തിൽ തന്നെ ഉണ്ട് കേട്ടോ. അതായത് കഴിഞ്ഞ വർഷം പകുതി ആകുമ്പോഴാണ് നമ്മൾ അവർക്ക് ബാഗ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുവരെ അതിൻ്റെ മുമ്പത്തെ ബാഗ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല പൂമൻ്റെ ഒക്കെ ബാഗാണ്, ഒരു കേടും പറ്റിയിട്ടില്ല. അപ്പോൾ അതന്നെ മതി. ഇനിയിപ്പോൾ അഥവാ കേട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ വർഷം ഒരു പകുതിയൊക്കെ ആകുമ്പോൾ വാങ്ങല്ലോ, അങ്ങനെ വിചാരിച്ച് നിൽക്കുകയാണ്. സ്കൂൾ പൂട്ടിയ അതിൻ്റെ പിറ്റേന്ന് തന്നെ ഞാൻ അവർ രണ്ടാളുടെയും ബാഗ് നല്ലോണം വാഷ് ചെയ്ത് വെയിലത്തിട്ട് ഉണക്കി കവറിലിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ തുറക്കാനാകുമ്പോഴത്തേന് അതൊന്ന് ബാഗ് എടുത്തിട്ട് അതിലെല്ലാം സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ പിന്നെ പഴയ ബാഗിന് ഒരു പ്രോബ്ലം ഇല്ല, അപ്പോൾ അത് മതി എന്ന് തന്നെ വിചാരിച്ചു. പിന്നെ ഷാനിമോൾക്ക് നമ്മൾ യൂണിഫോമിൻ്റെ കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. സോനക്കും യൂണിഫോം പുതിയതാണ് കേട്ടോ. അതായത് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന യൂണിഫോം ഈ വർഷം അവൾക്ക് പറ്റില്ല, യൂണിഫോമിൻ്റെ മോഡൽ മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുതിയത് അടിക്കാൻ കൊടുക്കാനുണ്ട്. പിന്നെ ഷാനിക്ക് പഴയ യൂണിഫോം തന്നെയാണ്, പക്ഷേ അവൾക്ക് JRCക്ക് നമ്മൾ പുതിയ ഷൂവും പുതിയ മഫ്ത കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കാൻ മറന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ സോനക്കുട്ടിൻ്റെ എല്ലാ സംഭവങ്ങളും കഴിഞ്ഞു. ഇതൊരു യൂണിക്കോണിൻ്റെ ഇറേസറാണ് കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് അടുക്കി പെറുക്കി വെക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഗൈസ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ ബൈ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.